ഹായ് അതെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ദുബായിലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു നോൾ കാർഡ് എന്ന് പറഞ്ഞ സംഭവം കിട്ടി കേട്ടോ. ഇവിടെ വന്നപ്പോൾ തന്നെ അത് കിട്ടി. ഇനിയിപ്പം അത് നമുക്ക് ഇവിടെ റീചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ATM മെഷീൻ പോലെ സംഭവങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി നമുക്ക് തീരുന്ന അനുസരിച്ച് റീചാർജ് ചെയ്യാം. അത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബസ്സിലും മെട്രോയിലൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ റൂമിനടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ ഒരു വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയിരിക്കുന്നത്. അവിടെയുള്ള കാഴ്ചകളാണ് അവിടെ വന്നിറങ്ങിയിട്ടുള്ളത്. നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട്. എല്ലാം വലിയ ഹൈ ഹൈ ബിൽഡിങ്സ് ആണ്. നമ്മൾ റീൽസിലൊക്കെ കാണുന്നത് തന്നെ. പിന്നെ എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ വന്നതല്ലേ, വരുമ്പോഴത്തേക്കും അതിൻ്റെ മെമ്മറീസിനായിട്ട് കുറച്ച് റീൽസ് എടുക്കണമല്ലോ. അതിന് വേണ്ടിയാണ് ഇവിടെ എല്ലാം ഞാൻ ചുറ്റിക്കണ്ടു. ചുറ്റിക്കണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും ചുറ്റിപ്പോയി. തിരിച്ചു വന്ന കഥ പറയണ്ട. തിരിച്ചു വരുന്ന സമയത്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ ബുർജുമാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങി. അവിടെ വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 4 എക്സിറ്റോ അങ്ങനെ അങ്ങോട്ട് സംഭവം മെട്രോ. എനിക്ക് ഒന്നും മനസ്സിലായില്ല. കുറേ ബസ് സ്റ്റോപ്പ്. പിന്നെ ഒരുവിധമാണ് തിരിച്ച് വീട്ടിലെത്തിയത്. അത് ഞാൻ പിന്നെ ഒരു റീലിൽ പറയാം. പിന്നെ ഇപ്പൊ ഞാൻ എത്തിയ സ്ഥലമുണ്ടല്ലോ, വേൾഡ് ട്രേഡ് സെന്റർ, ആ സ്റ്റേഷനിൽ നടന്നാണ് ഞങ്ങൾ ഇവിടെ പോയിട്ട് വന്നത്. ഇവിടെ കുറേ കമ്പനീസ് ബിൽഡിങ്സ് ഒക്കെയാണ്. അപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത് കേട്ടോ. എപ്പോഴും ഞാൻ റീൽസിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറയുന്ന സംഭവം, ഇതെങ്കിൽ ദുബായിയുടെ 15 years നെക്സ്റ്റ് അപ്കമിങ് അത് കാണിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. ഞാൻ ഇതിനകത്ത് കയറിയിട്ടില്ല, കാരണം ഇതിനുള്ള പ്ലാനിങ്ങിലല്ലല്ലോ വന്നത്. ഇതിനടിയിൽ കൂടി പോകുന്ന ഒരു വേ ആണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് റീൽസ് ആയിട്ടും അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സ് ആയിട്ടും ഒക്കെ ഇടാലോ. പിന്നെ പിന്നെ എൻ്റെ കുറേ വക ഫോട്ടോഷൂട്ട്, അവനിക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. മെയിൻ ഉദ്ദേശം ട്രാൻസ്പോർട്ടേഷൻ മനസ്സിലാക്കുക എന്നാണ്. മെട്രോ ആയാലും ബസ് ആണെങ്കിലും കുറച്ച് ലാഭമായിരിക്കുമല്ലോ, നമുക്ക് എല്ലായിടത്തും പോയി വരാം. പിന്നെ എൻഡ് ടു എൻഡ് കണക്ഷൻ ഉള്ളതുകൊണ്ട് വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവേ, റൂമിലോട്ടേ. അപ്പോൾ ഓക്കെ.